ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞ ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മയുടെ പേരാണ് നബി തങ്ങൾ പറഞ്ഞത്. കാരണം ഗർഭം ചുമന്നതോ 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ. പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. പഠിച്ചവനെ ഗർഭം ചുമന്നതുമ്മയാളാ ചെറുപ്പക്കാരാ. ഉമ്മയ്ക്ക് കിടക്കാൻ പറ്റൂല, ഉമ്മയ്ക്ക് നടക്കാൻ പറ്റൂല, ഉമ്മയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പഠിച്ചവനെ ഉമ്മ ആരോടും പരാതി പറഞ്ഞില്ല. 10 മാസം ചുമന്നത് നമ്മുടെ ഉമ്മയാ. മോനെ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യ ഗർഭിണിയായ തറയിൽ വെക്കാതെ കൊണ്ട് നടക്കുന്നല്ലോ. നിന്റെ ഉമ്മ ഇതുപോലെ കൊണ്ട് നടന്നതാണ്. ആ പാപത്തിന് റെസ്റ്റ് ഇല്ലായിരുന്നു, ആ പാപത്തിന് നോക്കാൻ ആളില്ലായിരുന്നു. ഉമ്മ പരാതി പറയാറില്ല. 10 മാസം ചുമന്നുകൊണ്ട് നടന്നടോ. മരണവേദനയുടെ വേദനയും നൊന്താണ് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചത്. പിന്നെ നീ 40 ദിവസം സുഖവാസമല്ലേ? നമ്മുടെ ഉമ്മ പ്രസവിച്ചതിന്റെ തലേ ദിവസം എഴുന്നേറ്റു ഭക്ഷണം വെച്ചവളാ. ഉമ്മ രോഗിയായതിന്റെ കാരണം നമ്മളാ. ഉമ്മയുടെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള കാരണം നമ്മളാ. ഉമ്മ പരാതി പറഞ്ഞിട്ടില്ലടോ. അല്ലാഹുവേ 2 വയസ്സ് വരെ ഉമ്മ പട്ടിണി കിടന്നാലും നിന്നെ പട്ടിണി കിട്ടത്തില്ല നിന്റെ ഉമ്മ. എപ്പോഴും നിനക്ക് പാല് തന്ന് വളർത്തിയത് ഉമ്മയാണ്. ആ ഉമ്മയാണ് നമ്മളെ പൊന്നുപോലെ വളർത്തിയത്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്. ഉമ്മയ്ക്ക് വല്ലാത്ത സ്ഥാനമാ. അറിയണേ ചെറുപ്പക്കാരാ, പെറ്റതള്ളയെ വെട്ടിക്കൊല്ലുന്ന മക്കളുടെ കാലമാ. നിനക്കുമ്മാടെ വിലയറിയുമോ? നിനക്കുമ്മാടെ വിലയറിയുമോ? ഉമ്മയുടെ മഹത്വം എന്താണെന്ന് പഠിക്കണേ. ഇന്നത്തെ തലമുറയ്ക്ക് ഉമ്മയുടെ മഹത്വം ഒന്നും അറിയില്ല. ഉമ്മ ആരെന്നറിയോ മോനെ? ഒരാള് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ആരെങ്കിലും വന്ന് വിളിച്ചാൽ ആ കെട്ടിയ കൈ അടിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എടോ, ഞാൻ എന്റെ വീടിന്റെ അകത്ത് നിന്ന് സുന്നത്ത് നിസ്കരിക്കുക. ഞാൻ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ വന്നിട്ട് വിളിച്ചു, മോനെ സിറാജേ, മോനെ സിറാജേ എന്ന് എന്റെ ഉമ്മ വിളിച്ച ഈ അള്ളാടെ മുമ്പിൽ കെട്ടിയിരിക്കുന്ന കൈ അടിച്ചിട്ട് എന്തേ ഉമ്മ എന്ന് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നിസ്കരിച്ചു കൊണ്ടിരിക്കുക. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വിളിച്ച കൈയടിക്കണം? ഉറക്കപ്പറ, ആര് വിളിച്ച കൈയടിക്കണം? നമ്മുടെ ഉമ്മച്ചി വന്ന് വിളിച്ച നിസ്കാരമല്ല എന്തേ ഉമ്മ എന്ന് ചോദിക്കണം. അതാ ഉമ്മ. അറിയോടാ നിനക്കൊക്കെ? ഇന്നത്തെ മക്കൾക്ക് അറിയോ? പെറ്റ തള്ളയെ തല്ലുന്ന ഇട കഞ്ചാവടിച്ചവൻ വെട്ടിക്കൊന്നു. അതാ ഇന്ന് വലിയ വാർത്ത. കഞ്ചാവടിച്ചവൻ വെട്ടിക്കൊന്ന വാർത്ത വയ്ക്കുമ്പോ നമുക്ക് വല്ലാത്ത അത്ഭുതം. എടാ, കഞ്ചാവടിക്കാത്തവൻ പെറ്റ തള്ളയെ തല്ലുന്നില്ലേ? അതാലോചിക്ക്. ഉമ്മാനെ തല്ലുന്ന എത്രയോ മക്കള് കഞ്ചാവ് അടിക്കാതെ തന്നെ തല്ലുന്നില്ലേ? ഉമ്മാനെ പിഞ്ചിഞ്ചായി കൊല്ലുന്ന മക്കളില്ലേ? കണ്ണുനീര് ഉടുപ്പിക്കുന്നവരില്ലേ? ഇവിടെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ സഹോദര? അല്ലാഹുവേ, അവരുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നത്. നിബിധങ്ങൾ 3 വട്ടം പറഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മ. വാപ്പായ്ക്ക് സ്ഥാനമില്ലാഞ്ഞിട്ടാണോ? ഇവിടെ വാപ്പ ആരെന്നറിയോ? എടോ, വാപ്പ ആരെന്നറിയോ? വാപ്പ സ്വർഗത്തിന്റെ മധ്യവാതിലാണെന്ന് നബിയിന റസൂലുള്ളാഹി. വാപ്പയാടാ ചങ്ങാതി വാതില്. വാതിലിലേക്ക് എന്ത് വീടടോ? സ്വർഗത്തിന്റെ വാതില് നമ്മുടെ ഉപ്പയാ. സത്യത്തിൽ എല്ലാവർക്കും ഉമ്മാനോ അല്ലാത്ത ഇഷ്ടമാ. എല്ലാവർക്കും ഉമ്മയോടാ ഇഷ്ടം. മക്കള് പറയുന്നത് വാപ്പായിക്ക് എന്നോട് ഇഷ്ടമില്ല. സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ വാപ്പയാ. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിച്ചതാരാ? നമ്മുടെ ഉപ്പ.
പക്ഷെ പുറത്ത് കാണിക്കത്തില്ലടോ വാപ്പ. വാപ്പ പുറത്ത് കാണിക്കാറില്ല. വഴക്കു പറയും, നിന്നെ ബഹളം വെക്കും, വഴക്കു പറയും, ചിലപ്പോ തല്ലും. വാപ്പ ദേഷ്യപ്പെട്ട് ചിലപ്പോ കൈ കെട്ടിനെടുത്ത് തല്ലിയിട്ട് വീടിന്റെ അകത്ത് കയറിയിരിക്കും. ഉമ്മ രാത്രി കിടക്കാൻ വരുമ്പോ വാപ്പ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. എടി അവൻ ഉറങ്ങിയോടി, പോയെന്ന് നോക്ക്. ഉപ്പ ഉമ്മാനോട് പറയും, ഞാൻ അപ്പത്തെ ദേഷ്യത്തിൽ അടിച്ചു പോയതാ, നീ ഒന്ന് അവനെ പോയി സമാധാനിപ്പിക്ക, എന്റെ പൊന്നുമോനെ പോയി ഒന്ന് നോക്ക്. വാപ്പ ഉമ്മാനെ പറഞ്ഞു വിടും, അല്ലാതെ ഉമ്മ വന്നതല്ല. നീ മനസ്സിലാക്കുക, വാപ്പ അങ്ങനെ നമ്മ ഉമ്മാനെ പറഞ്ഞു വിടും. അങ്ങനെ നിനക്കൊരു വാപ്പയെയും ഉമ്മയെയും അള്ളാഹു നിനക്ക് തന്നിട്ട് എന്തേ സഹോദര നീ കൊടുക്കാൻ?